എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവനന്തപുരം സ്റ്റൈലിലുള്ള നല്ല സോഫ്റ്റ് ബോളിയുടെയും പാൽ പായസത്തിൻ്റെയും ഒരു കിടിലൻ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് ബോളി വീട്ടിലുണ്ടാക്കിയെടുക്കാം. എൻ്റെ അമ്മൂമ്മയുടെ നാട് തിരുവനന്തപുരമാണ്. അപ്പോൾ അവിടെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പം കിട്ടാറുള്ളതാണ് ബോളി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഫാനായത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. സദ്യയിൽ എന്തായാലും നിങ്ങൾ ഈ ഓണത്തിനൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. ചന ദാൽ എന്ന് പറയുന്ന പരിപ്പാണ്. അപ്പോൾ നമ്മളിത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരം ഇത് വെള്ളത്തിൽ കുതിർത്തിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. അപ്പോൾ 2 മണിക്കൂർ കുതിർത്തതിന് ശേഷം നമ്മളൊരു കുക്കറിലേക്ക് ചേർത്തിട്ടുണ്ട്. 2.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം. വേവിക്കാൻ നേരത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാൻ മറക്കരുത്. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4 മുതൽ 5 വിസിൽ വരെ നമുക്കിത് ഒന്ന് വേവിച്ച് എടുക്കാം. കുതിർക്കുന്നതുകൊണ്ട് ഒരുപാട് സമയം എടുക്കില്ല ഇത് വേവാനായിട്ട്. കുതിർത്തില്ലെങ്കിൽ കുറച്ചുകൂടെ സമയം എടുക്കും. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ കളറിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ടൊന്ന് കുഴച്ച് എടുക്കാം. നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നല്ലെണ്ണ അഥവാ സെസമി ഓയിലാണ്. അതൊഴിച്ചിട്ട് ഒരു അരമണിക്കൂർ നേരം മാറ്റി വെക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാറിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. മിക്സിയുടെ ജാറിലോ ഹാൻഡ് ബ്ലെൻഡറോ വെച്ചിട്ടോ അരച്ചെടുക്കാം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർക്കാം. നമ്മളിവിടെ 1 കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഇത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ലൂസായിട്ട് വരും. നന്നായിട്ടിത് ഇളക്കിയിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാകുന്നവരെ നന്നായിട്ടിത് ഇളക്കി എടുക്കുക. ഇത് കട്ടിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഉരുട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ നേരത്തെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മൈദ മാവ് ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുളകളാക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയിട്ട് ഓരോ ഉരുളകളും ഇതിലേക്ക് വെക്കുക. ഉരുളകൾ നമ്മളൊരു നെല്ലിക്ക വലുപ്പത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇതിനി അരിപ്പൊടിയിൽ ഒന്ന് കോട്ട് ചെയ്തതിന് ശേഷം ചപ്പാത്തി പലകയിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തി എടുക്കുക. വളരെ കനം കുറച്ചിട്ട് വേണം പരത്തി എടുക്കാനായിട്ട്. സൈഡിലേക്കൊക്കെ കനം കുറച്ചിട്ട് വേണം പരത്താനായിട്ട്. ഇനി ഇത് ഒരു ദോശത്തവയിലിട്ട് തിരിച്ചു മറിച്ചു വിട്ട് നമുക്ക് നെയ്യ് തടവിയതിന് ശേഷം ചുട്ടെടുക്കാം. ഇത് ചുടുമ്പോൾ ഒരുപാടങ്ങ് ഹാർഡാക്കി ചുടരുത്. നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണമെങ്കിൽ 2 സൈഡും ഒരുപാടങ്ങ് ഹാർഡാക്കരുത്. അപ്പോൾ നമ്മുടെ ബോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിന് കൂടെ കഴിക്കാനായിട്ട് നമ്മളൊരു പാൽ പായസമാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/4 കപ്പ് ഉണക്കലരി എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പഞ്ചസാര, 1 ലിറ്റർ പാല്. ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ കുക്കറിലിട്ടാണ് പായസം ഉണ്ടാക്കുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഉണക്കലരിയാണ്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വെള്ള കളറുള്ള പച്ചരിയും എടുക്കാവുന്നതാണ്. ഒരു കുക്കറിലേക്ക് കഴുകിയ അരിയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. കുക്കർ എടുക്കുമ്പം ഒരു 5 ലിറ്ററുള്ള കുക്കറെങ്കിലും എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പാല് തിളച്ച് തൂവിയിട്ട് വിസിലിന് മുകളിലായിട്ട് വരും. അഞ്ച് ലിറ്ററുള്ള കുക്കറിലേക്ക് നമ്മൾ പാലും അരിയും മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർക്കുക. അതുപോലെ തന്നെ 3 ഏലക്ക ഒന്ന് ചതച്ചതാണ്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടത് 1 വിസിൽ ഒന്ന് അടുപ്പിച്ചെടുക്കണം. നമ്മളിന്ന് പിങ്ക് കളറിലുള്ളൊരു പാൽപ്പായസമാണ് ഉണ്ടാക്കുന്നത്. അല്ലാതെ പാൽപ്പായസം ഉണ്ടാക്കുന്ന നമ്മളിതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ 1 വിസിൽ വന്നിട്ടുണ്ട്. ഇനി തീ ഏറ്റവും കുറച്ചതിന് ശേഷം ഒരു 30 മിനിറ്റ് ചെറുതീയിലിട്ടിതൊന്ന് വേവിക്കണം. അതിനുശേഷം ഒരു 30 മിനിറ്റ് നേരം കൂടി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ കുക്കർ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പിങ്ക് കളറിലുള്ള പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പായസമാണ്. ഒരുപാട് ഇളക്കവും ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും പാൽപ്പായസവും ബോളിയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. പാൽപ്പായസത്തിന് പകരം നിങ്ങൾക്ക് സേമിയ പായസവും ബോളിയുടെ കൂടെ എടുക്കാവുന്നതാണ്. സേമിയ പായസത്തിൻ്റെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മറക്കാതെ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബോളിയുടെയും പാൽപ്പായസത്തിൻ്റെയും റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ ഓണത്തിന് തീർച്ചയായിട്ടും ഒരു വെറൈറ്റി ആയിട്ട് പാൽപ്പായസവും ബോളിയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അറിയിക്കുക. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്